ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ജാപ്പൻ അനിമി സീരീസായ സുക്കുമിച്ചി മോൺലൈൻ ഫാൻസി സീസൺ 2 എപ്പിസോഡ് 7 ആണ്. ഈ വീഡിയോ ടാർഗറ്റ് 50 ലൈക്കാണ്. വീഡിയോ ആണെങ്കിൽ മാക്സിമം ലൈക്ക് അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പറയുന്ന സമയങ്ങളെ നമുക്ക് കയറി വീഡിയോ ഇട്ടുക. എപ്പിസോഡിന് തുടക്കത്തിന് കാണിക്കുന്ന ഹീറോനാണ്. എന്താ ഈ ഡെമിപ്ലെയിൻ ഇത്ര ചൂട് എന്ന് ഹീറോ ആലോചിക്കുന്നു. ഇതാണോ എനിക്കുണ്ടാക്കിയ വീട്? ഇത് ഭയങ്കര വലുതാണല്ലോ എന്ന് പറഞ്ഞ ഹീറോ അതിന്റെ അകത്തോട്ട് പോകുന്നു. വെൽക്കം മാസ്റ്റർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരുന്നത് എന്ന് അവർ പറയുന്നു. എനിക്ക് വേണ്ടി ഇത്രയും വലിയ വീട് കെട്ടിയതിനും എന്റെ കൂടെ എപ്പോഴും എനിക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിനും ഇനി എന്താ പറയും, എല്ലാവർക്കും ചിയേഴ്സ് എന്ന് ഹീറോ പറയുന്നു. അവിടെയുള്ള എല്ലാവരും ആ പാർട്ടി എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ മാസ്റ്റർ അക്കാദമിയിലെ പിള്ളേരോടാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവിടെയും കുറെ പേര് നിങ്ങളോട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് യമ്മ പറയുന്നു. മാസ്റ്റർ ഈ സൂപ്പ് കുടിച്ചു നോക്ക് എന്ന് പറഞ്ഞ് മിയ കൊടുക്കുന്നു. കൊള്ളാല്ലേ, ഈ സൂപ്പിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. ഈ സൂപ്പ് മിയ ഉണ്ടാക്കിയേ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന കുറെ ഡിഷൊക്കെ അവൾ തന്നെ ചെയ്ത് എന്ന് ടോമേ പറയുന്നു. കൊള്ളാമേ, ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. യങ് മാസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി ഇനിയും ഞാൻ കുറെ ഡിഷൊക്കെ ചെയ്തു തരാം, അതൊക്കെ ഇതിനും ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവൾ അവിടെ പോകുന്നു. അല്ല, ഈ മിയ എവിടെ പോവാ എന്ന് ഹീറോ ചോദിക്കുന്നു. അവൾ സീഗിലോട്ട് പോകാനാണ് തോന്നുന്നത്. അവിടെയുള്ള ഒരു അഡ്വഞ്ചർ അവർക്ക് കുക്കിംഗ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത് എന്ന് യമ്മ പറയുന്നു. യങ് മാസ്റ്റർ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു, അതിനെപ്പറ്റി കുറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതുപോലെ പുതിയ 2-3 സ്പീഷീസ് നമ്മളെ അടുത്തോട്ട് എൻ്റർ ആവാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയും ടോമയും ശരിക്കും കൂടി ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഹീറോനെ മീറ്റ് ചെയ്തായിരുന്നു, അതുപോലെ ക്രിപ്റ്റോണിലെ സെക്കൻഡ് പ്രിൻസസിനെയും എന്ന് ടോമേ പറയുന്നു. അല്ല, ഹീറോ എങ്ങനെ ഉണ്ടായിരുന്നു, അവന്റെ ക്യാരക്ടർ എങ്ങനെ എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നോട് ചോദിക്കുവാണെങ്കിൽ അവൻ അത്ര നല്ലവനൊന്നുമല്ല, അതുപോലെ അവന്റെ നോട്ടം പോലും ശരിയല്ലായിരുന്നു. അവന്റെ സ്വഭാവം വെച്ച് നോക്കുവാണെങ്കിൽ അവൻ ഡീമൺസിനെ തോപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻസുമായിട്ടായിരിക്കും ഫൈറ്റ് ചെയ്യാൻ പോണത്. അതുപോലെ അവന്റെ മെമ്മറീസ് ഗണ്ണ് കൊടുത്ത് കുറെ സാധനങ്ങൾ ഞാൻ കണ്ടായിരുന്നു എന്ന് ടോമേ പറയുന്നു. നിങ്ങളുടെ വീട്ടിലെ നോളജ് യൂസ് ചെയ്ത് ഗണ്ണൊക്കെ അവർ ഉണ്ടാക്കുവാന്ന് തോന്നുന്നത് എന്ന് ഷീക്ക് പറയുന്നു. ഈ വേൾഡ് ഗണ്ണിനെക്കാട്ടി പവർഫുൾ മാജിക് തന്നെയാണ്, എന്നാലും ഗൺസ് ഒരു പ്രശ്നം തന്നെയാണ് എന്ന് ഹീറോ ആലോചിക്കുന്നു. അവരവിടെ വെച്ച് തന്നെ കൊല്ലണ്ടായിരുന്നു, വെറുതെ വിട്ടുകളഞ്ഞു എന്ന് ടോമേ പറയുന്നു. ചെറിയ ചെറിയ കാര്യത്തിനും നമ്മളാരും കൊല്ലേണ്ട കാര്യമില്ല, അതൊക്കെ അപ്പം നോക്കാം എന്ന് ഹീറോ പറയുന്നു. ആ സ്റ്റാറിലേക്ക് കൊണ്ടാവാൻ കാരണം ഗോഡസ് അല്ല, അതൊരു മേജ് അയാളുടെ പവർഫുൾ ആയ ആരോ കൊണ്ട് പണിഷ്മെന്റ് കൊടുത്തതാണ്, അങ്ങനെ അലേക്ക് ഉണ്ടായ എന്ന് ടോമേ പറയുന്നു. അത്രയും പവർഫുൾ ആയ മേജൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ് എന്ന് ഹീറോ പറയുന്നു. അതിന് നീ എന്തിനാ ഇരിക്കുന്നേ? ആ ലേക്ക് ഉണ്ടാക്കിയ മോൺസ്റ്റർ മാസ്റ്റർ ആണെന്ന് ഞാൻ എങ്ങനെ പറയും എന്ന് ഷീക്ക് ആലോചിക്കുന്നു. ഇനി ഞാൻ എന്റെ റിപ്പോർട്ട് പറയാം എന്ന് ഹീറോ പറയുന്നു. അത് കുഴപ്പമില്ല മാസ്റ്റർ, ഷീക്കിനോടെല്ലാം പറഞ്ഞായിരുന്നു, അതുപോലെ കുറെ പണികൾ നിങ്ങളുടെ അടുത്ത് കല്യാണം കഴിക്കണമെന്നും പറയുന്നതായിട്ട് ഞാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞ ടോമേ ഹീറോ അടുത്ത് വരുന്നു. ഇത് ശരിക്കും ഹോട്ടാണല്ലോ, നീയല്ലേ ഈ കാലാവസ്ഥ പറഞ്ഞ, ഇതെന്താ ഈ സ്ഥലത്ത് ക്ലൈമറ്റ് പെട്ടെന്നോട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോ ചോദിക്കുന്നു. അതിന് കാരണം ഒരാളാ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടെ ഹീറോനെ നോക്കുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തടാ എന്ന് പറഞ്ഞ ഹീറോ ഷോക്ക് ആവുന്നു. ഞാൻ ചെയ്ത റിസർച്ച് അനുസരിച്ച് നിങ്ങൾ വേറെ വേറെ സ്ഥലത്ത് മിസ്റ്റേറ്റ് ഓപ്പൺ ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ടോമേ പറയുന്നു. അതിന് സീക്കിൽ എപ്പോഴും തണുപ്പായിരിക്കുമല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഇപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ കൂടുതലായിട്ട് മിസ്റ്റേറ്റ് ഒന്നും ഓപ്പൺ ആക്കണ്ട എന്ന് ടോമേ പറയുന്നു. നീ നാട് വിട്ട് പോവാണോ? നീ ഇവിടുന്ന് ഇത്ര പെട്ടെന്ന് പോവല്ലേ, എനിക്ക് നീ കുറെ കാര്യങ്ങൾ ഇനിയും പഠിപ്പിച്ചു തരാനുണ്ട് എന്ന് ഹിബിക്കോട് പറയുന്നു. മിയ, നീ ഞങ്ങളോട് വരുന്നോ എന്ന് ഹിബിക്ക് മിയോട് ചോദിക്കുന്നു. അതൊന്നും പറ്റില്ല, എന്റെ മാസ്റ്റർക്ക് സർവ് ചെയ്യുന്ന എനിക്ക് പ്രധാനം എന്ന് മിയ പറയുന്നു. മിയ, നീ ഇത്രയും നാൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ സഹായത്തിനും ഒത്തിരി നന്ദിയുണ്ട്, എന്നാൽ ഞങ്ങൾ പോകുന്ന ഈ ലോകത്തെ രസിക്കാൻ പോകുന്ന ഒരു ജേർണിക്ക് വേണ്ടിയാണ്, നിനക്ക് ഞങ്ങളോട് വന്നോടെ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. ഇല്ല, പറ്റില്ല എന്ന് മിയ പറയുന്നു. അതെന്താ നീ വരാത്തെ എന്ന് ഹിബിക്ക് ചോദിക്കുന്നു. എനിക്ക് എന്റെ മാസ്റ്റർ സർവ് ചെയ്യാൻ ഒത്തിരി ഇമ്പോർട്ടന്റ് എന്ന് മിയ പറയുന്നു. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മാസ്റ്ററിന്റെ ഞങ്ങളോട് വരാൻ പറ എന്ന് ഹിബിക്ക് പറയുന്നു. എന്റെ മാസ്റ്റർ എപ്പോഴും ബിസിയാണ്, അതുകൊണ്ട് അവരെ കൊണ്ട് വരാൻ പറ്റത്തില്ല എന്ന് മിയ പറയുന്നു. ഇനി എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും കാണുകയാണെങ്കിൽ എനിക്കറിയുന്ന കുറെ ഡിഷൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് ഹിബിക്ക് പറയുന്നു. നീ ഇപ്പൊ പറഞ്ഞൊരു നല്ലൊരു ഡീലിംഗ് എന്ന് മിയ പറയുന്നു. ഹീറോ പറഞ്ഞുകൊണ്ട് പൂന്തോട്ടം പോലത്തെ കുറെ കാര്യങ്ങളൊക്കെ ഡെമിപ്ലെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ഥലത്താണ് ഇപ്പൊ പിള്ളേർക്ക് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഈ സ്ഥലത്ത് കൃഷി നല്ല രീതിക്ക് വരുന്നുണ്ട് എന്ന് യമ ഹീറോട് റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വിചാരിച്ചിട്ട് നല്ല രീതിക്ക് ഈ സ്ഥലം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഹീറോ പറയുന്നു. മാസ്റ്റർ 3 ഡിഫറെന്റ് സ്പീഷീസ് ഡെമിപ്ലെയിൻ എൻ്റർ ആവാൻ വേണ്ടി അനുവാദം ചോദിച്ചു വന്നിട്ടുണ്ട്, അവരെല്ലാം റെപ്രസെന്റേറ്റീവ്സിനെ നമുക്ക് ഇന്റർവ്യൂ ചെയ്താലോ എന്ന് യമ ചോദിക്കുന്നു. ആ ശരി, ഞാൻ വന്നേക്കാം എന്ന് ഹീറോ സമ്മതിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഡോർഫിന്റെ സ്ഥലമാണ്. ഹീറോ അവരെല്ലാം കാണാൻ പോകുന്ന മുമ്പ് അങ്ങോട്ടാണ് വന്നത്. മാസ്റ്റർ, ഈ മെറ്റീരിയൽ കൊണ്ടുവന്ന മിയയാണ്. ഇത് വെച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ മിയയുടെ ഡ്രസ്സ് തന്നെ കയറിപ്പോയി. എനിക്ക് തോന്നുന്നു ഈ മോൺസ്റ്ററിന്റെ കൂടെ ആരോ ഇൻസ്പിരിറ്റിനെ കമ്പയർ ചെയ്ത് വിട്ടതാണ്, അതുകൊണ്ടാണ് ഈ ക്രീച്ചർ ഇത്രയും പവർഫുൾ ആയിട്ടുള്ളത് എന്നാൽ ഡോർഫ് പറയുന്നു. ഇത്രയും മോശകാര്യം വേണമെന്ന് വെച്ചാൽ തോന്നുന്നത് എന്ന് ഹീറോ പറയുന്നു. അത് ഞാനാ എന്ന് ഷീക്ക് പറയുന്നു. എന്താ നീയാണെന്ന് എന്ന് ഹീറോ ചോദിക്കുന്നു. ആ മോൺസ്റ്ററെ ക്രിയേറ്റ് ചെയ്ത് ഞാനാ എന്ന് ഷീക്ക് പറയുന്നു. മാസ്റ്റർ, ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യുന്ന മുമ്പ് കുറച്ച് മോൺസ്റ്റേഴ്സിന്റെ അകത്ത് കുറച്ച് സ്പീറ്റിനൊക്കെ ഞാൻ കയറ്റി വിട്ടായിരുന്നു, ഞാൻ ചെയ്ത എക്സ്പെരിമെന്റ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ എന്നോട് ക്ഷമിക്കണം മാസ്റ്റർ എന്ന് ഷീക്ക് പറയുന്നു. എടാ, ഒരെണ്ണം മാത്രമല്ലേ ഉള്ളു എന്ന് ഹീറോ ചോദിക്കുന്നു. അല്ല മാസ്റ്റർ, ഞാൻ വേറെയും കുറെ മോൺസ്റ്ററിനൊക്കെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. ടോമയും ഈ ഇത് അറിയുവാണെങ്കിൽ നിന്റെ കാര്യം തീരുമാനമാവും, എങ്ങനെയാണെങ്കിൽ നീ ചെയ്ത് തെറ്റാണ്, അതുകൊണ്ട് നിനക്ക് പണിഷ്മെന്റ് ഉണ്ടായിരിക്കും എന്ന് ഹീറോ പറയുന്നു. എന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞ് ഷീക്ക് വിഷമിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ റെപ്രസെന്റേറ്റീവ്സിനെ കാണാൻ പോകുന്നതാണ്. അപ്പൊ വേറെ സ്പീഷീസ് നമ്മൾ കാണാൻ പോകേണ്ട കാര്യമില്ലേ, അവരെല്ലാവരും ഇങ്ങോട്ട് വരുമോ എന്ന് ഹീറോ ചോദിക്കുന്നു. യങ് മാസ്റ്റർ, അവർക്ക് സ്ഥലം വേണമെന്നും പറഞ്ഞ് അവർ നമ്മുടെ സ്ഥലത്തോട്ട് വന്നേക്കുന്നത്, നമ്മളായിട്ട് അവരുടെ തൊട്ട് പോകുന്നത് മര്യാദയല്ല, നിങ്ങളാണ് ഈ സ്ഥലത്ത് കിങ്, അതുകൊണ്ട് നിങ്ങൾ ആ റൂമിൽ തകർന്നു കൊടുക്കാൻ പാടില്ല, നിങ്ങൾ മര്യാദയോടെ വേണം നടക്കാൻ, നിങ്ങളോട് മര്യാദ കാണിച്ചില്ലെങ്കിൽ ഒന്നും നോക്കണ്ട തട്ടിയേക്ക് എന്ന് യമ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ വിങ്കിൻ എന്ന് പറഞ്ഞ എന്റെ റേസോട് സംസാരിക്കുന്നതാണ്. ഞങ്ങൾ ഫൈറ്റിംഗ് ചെയ്യുക, അതുപോലെ അഗ്രികൾച്ചർ നോക്കും എന്ന് അവർ പറയുന്നു. ഒരു മര്യാദയിലെ പൊക്കത്ത് പറന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് എന്ന് യമ ചോദിക്കുന്നു. സോറി എന്ന് പറയാൻ പെട്ടെന്ന് താഴത്തിറങ്ങുന്നു. നിങ്ങളുടെ ആളുകൾക്ക് കുറെ കുറവാണല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഔട്ടർ വേൾഡിലോട്ട് വലിയ കോൺടാക്ട് ഒന്നും ഇല്ല എന്ന് അവർ പറയുന്നു. ഞങ്ങൾ ഈ സ്ഥലത്തോട്ട് വരുന്നെന്നും പറഞ്ഞ് ഞങ്ങളെ മര്യാദയിലാണ് നടത്തരുത്, ഞങ്ങളെ നിങ്ങൾ ഈക്വലായിട്ട് കാണണം എന്ന് അവർ പറയുന്നു. ശരി, ഓക്കെ എന്ന് ഹീറോ എന്നെ സമ്മതിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ അവർ ഹാപ്പി ആവുന്നു. ഞങ്ങൾ പ്രതീക്ഷയില്ല ഞങ്ങൾ ഇത്ര ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. അടുത്തതായി ഹീറോ ഗോർഗൺ എന്ന് പറഞ്ഞ സ്പീഷീസോട് സംസാരിക്കുന്നു. അല്ല, നിങ്ങൾ എന്തിനാ മാസ്ക് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾ കണ്ണുറക്കോണെങ്കിൽ ഞങ്ങളുടെ മുമ്പിലുള്ള എന്താണെങ്കിലും അത് കല്ലാട്ട് മാറും എന്ന് അവർ പറയുന്നു. അപ്പൊ നിങ്ങൾ മെഡൂസയുടെ ബന്ധത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെയാണോ? കുഴപ്പമില്ല, കണ്ണുറന്നു, എന്നെയും യമേനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റും, എന്നാൽ ഞങ്ങളെ പോലെ ഞങ്ങളെ കൊണ്ട് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഇത് സ്ട്രോങ് ആയിരിക്കും എന്ന് അവർ പറയുന്നു. എന്റെ മാസ്റ്ററിന്റെ പവർ നിങ്ങൾ സംശയിക്കണോ
എന്ന് യമ ചോദിക്കുന്നു. പെട്ടെന്ന് അവർ ആ കണ്ണി കെട്ടിരുന്ന മാസ്ക് വരുന്നു. എന്നാൽ ആ ടേബിൾ മാത്രം കല്ലാട്ട് മാറി. അല്ലെ ഈ ഡോക്യുമെന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ സ്പീഷീസ് മൊത്തം പെണ്ണുങ്ങൾ മാത്രമുള്ള എന്ന് ഹീറോ ചോദിക്കുന്നു. ഞങ്ങൾ വേറെ ഏത് സ്പീഷീസിലെ ആണുങ്ങളോട്ട് ഒന്നിച്ചാലും ഞങ്ങൾക്ക് ജനിക്കുന്നത് പെണ്ണുങ്ങളായിരിക്കും എന്ന് അവർ പറയുന്നു. നിങ്ങൾ കുറെ ജോലിയൊക്കെ ചെയ്യുമെന്ന് എന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഞങ്ങൾ കാരണം ബാക്കിയുള്ളവരൊക്കെ കല്ലാട്ട് മാറിയാൽ എന്ത് ചെയ്യും എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ടത് നിങ്ങളുടെ മാസ്ക് പോലത്തെ ഒരു ഗ്ലാസ് ഞാൻ ഉണ്ടായി തരാം. ശരിക്കും ഒത്തിരി നന്ദിയുണ്ട്. ഈ ലൈഫ് മൊത്തം ഈ മാസ്ക് ഇട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് എന്ന് അവർ പറയുന്നു. ശരിക്കും ഞങ്ങളുള്ള നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അവർ ചോദിക്കുന്നു. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഇത് നോക്ക് എന്ന് പറഞ്ഞ ഹീറോ ആ ടേബിൾ വീണ്ടും പഴയ പോലെ ആക്കാൻ നോക്കുന്നു. എന്നാൽ അത് വീണ്ടും കല്ലാവുന്നു. ഹീറോ വേറൊരു സ്കില്ലോട് യൂസ് ചെയ്യുമ്പോൾ പഴയ പോലെ ആവുന്നു. ഞങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു സമാധാനമായത്. ഒത്തിരി നന്ദിയുണ്ട് മാസ്റ്റർ. ഞങ്ങൾ ഈ ലൈഫിൽ കുറെ കഷ്ടപ്പെടുന്നു ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പൊ മാസ്റ്റർ കാരണം ഞങ്ങൾ ഹാപ്പിയായി എന്ന് അവർ പറയുന്നു. എന്റെ കൺട്രോൾ പോകാരുന്ന കൊള്ളാം. ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യുമോ എന്തോ എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ ഹീറോ എൽമേർ എന്നും പറഞ്ഞ ഒരു ക്രീച്ചറോട് സംസാരിക്കുന്നു. നിങ്ങളെ കാണാൻ ഫെയറിസിനെ പോലുണ്ടല്ലോ എന്ന് ഹീറോ ചോദിക്കുന്നു. ഡേയ് നീ ഒന്നും ആ പ്രാണികളോട്ട് കമ്പയർ ചെയ്യാൻ പോലും പാടില്ല. ഞങ്ങൾ സ്പിരിറ്റ്സ് ഈക്വൽ പോലെ ഞങ്ങളെ കൊണ്ട് ലോവർ സ്പിരിറ്റ്സിനെ അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് അവരൊക്കെ ഹീറോയുടെ മര്യാദയിൽ സംസാരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ യമക്ക് ദേഷ്യം വരുന്നു. യമ ഈ ചെറിയവന്മാരെ നമുക്ക് സ്പൈസ് ആയിട്ട് യൂസ് ചെയ്തല്ല എന്ന് ഹീറോ ചോദിക്കുന്നു. സ്പൈയും വേണ്ട ഒരു കോപ്പും വേണ്ട. ഈ കുട്ടിച്ചേട്ടന്മാർ ഇപ്പൊ ഇറക്കി വിടണം. ഇവന്മാരെ കൊണ്ട് നമുക്ക് പ്രശ്നം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇവർക്ക് മര്യാദ പോലും ഇല്ല. നിങ്ങളൊക്കെ സ്പിരിറ്റ് ഈക്വലാണെന്നല്ലേ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ പ്രൊട്ടക്ട് ചെയ്താൽ പോരെ. പിന്നെന്തിനാണ് ഇങ്ങോട്ട് വന്നേ എന്ന് പറയും യമ അവരോട് ചൂടാവുന്നു. എടീ പന്നിക്കൂട്ടി ഇവിടെ മിണ്ടായിരിക്കും. ഇവളുടെ വായു വല്ല പുലൻ തള്ളിക്കയറ്റിയാലോ എന്ന് പറയും യമേനെ അവർ കളിയാക്കുന്നു. നിന്നൊന്നും കൊല്ലാതെ വിടത്തില്ലടാ എന്ന് പറഞ്ഞ മിയ അവരെ കടിച്ചോടിക്കുന്നു. അങ്ങനെ ആ സ്പീഷീസ് മാത്രം ആ ഇന്റർവ്യൂവിൽ പാസ്സായില്ല. മിയ എന്തിനാണോ ആ ക്രീച്ചേഴ്സിനൊക്കെ റെക്കമെൻഡ് ചെയ്തത് എന്ന് ഹീറോ ആലോചിക്കുന്നു. ആ ഗോർഗസിന് കണ്ണാടി ഞാൻ ഉണ്ടായി തരാം എന്ന് ഷീക്ക് പറയുന്നു. ആ പറക്കുന്ന സ്പീഷീസിന് ഫൈറ്റ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് ടോമോ പറയുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് മിയ വരുന്നു. മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മിയ പറയുന്നു. മിയ അത് മയോണൈസ് ആണ്. മയോണൈസിൽ അത് മന്തി അടിക്കുന്ന പോലെ എനിക്കറിയാം എന്ന് പറയും. ഹീറോ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. കൊള്ളാമേ ഇതിനുള്ള ടേസ്റ്റ് ഉണ്ട് എന്ന് ഹീറോ പറയുന്നു. എങ്കിൽ എനിക്കൂടെ ട്രൈ ചെയ്ത് നോക്കണമല്ലോ എന്ന് ഷീക്ക് പറയുന്നു. മയോണൈസും ക്രീമും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ കൊള്ളാന്നാ തോന്നുന്നത് എന്ന് ഷീക്ക് പറയുന്നു. എന്ത് മയോണൈസും ക്രീമുവാ ഇവനെന്താണോ ഇങ്ങനെ എന്ന് ഹീറോ ആലോചിക്കുന്നു. കുഴപ്പമില്ല എന്റെ ടേസ്റ്റ് ഉണ്ട് എന്ന് ടോമോ പറയുന്നു. എന്റെ സൂപ്പ് ഒന്ന് റെഡി ആയിക്കോട്ടെ, അതിന്റെ ടേസ്റ്റ് ഇതിലും കൂടുതലായിരിക്കും എന്ന് മിയ പറയുന്നു. ഇവർ രണ്ടുപേരും ഞാൻ കണ്ടു വെച്ച് കുറെ ഇംപ്രൂവ് ആയി എന്ന് ഹീറോ ആലോചിക്കുന്നു. ഇപ്പൊ പുതുതായിട്ട് 2 സ്പീഷീസ് ഡെമി പ്ലെയിനിൽ വന്ന് ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ കളിക്കുന്ന ഹീറോയുടെ സ്റ്റുഡൻസിനെയാണ്. നിങ്ങൾ കേട്ടായിരുന്നു അത്? ആ 2 സിസ്റ്റേഴ്സും വീണ്ടും അക്കാഡമിയിലോട്ട് വരുവാണ്. ഇത്രയും നാൾ അസുഖം പറഞ്ഞ് ലീവിലായിരുന്നു. ശരിക്കും അവർക്ക് അസുഖം തന്നെയാണോ എന്ന് പറഞ്ഞ് ഹീറോയുടെ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചർ കുസുനോക്ക് ഇതിനെപ്പറ്റി അറിയായിരിക്കോ? ആ റംബ്രാൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ജിന്നെ ആലോചിക്കുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഹീറോയുടെ സ്റ്റുഡൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റംബ്രാൻ സിസ്റ്റേഴ്സിനെ പറ്റിയാണ്. ഹീറോ ആണ് സിസ്റ്റേഴ്സിനെ രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനൊന്നും അറിയില്ല. ഇനി എന്തൊക്കെ നടക്കുമെന്ന് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ നല്ല മാക്സിമം ലൈക്ക് അടിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.